ടി ജി, ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ ഈ ഒരു ഇടയ്ക്കൊരു വെടിനിർത്തലിന് ശേഷം വീണ്ടും അവിടെ ഇവിടെയൊക്കെ അടിയും മിസൈലും ആകെ പ്രശ്നമാണ് വീണ്ടും. ഇതിപ്പോൾ ഒന്ന് തീർന്നു എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിച്ചു, ഹോർമൂസ് തുറന്നു, അത്യാവശ്യം നീക്കങ്ങളൊക്കെ ചരക്ക് നീക്കങ്ങളും മറ്റേ LPGയും അതൊക്കെ വന്നു, ഇതൊക്കെ ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും അടുത്ത പ്രശ്നം. അവിടെ മതമാണ് പ്രശ്നം, വേറെ ഒന്നുമല്ല. അതുകൊണ്ടാണ് അത് തീരാതെ കിടക്കുന്നത്. അതായത് ജൂതനും മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിലുള്ള അടിയാണ്. അതിൽ ഹിന്ദുവിന് യാതൊരു റോളും ഇല്ല. അതുകൊണ്ടാണ് ഇന്ത്യ മാറി നിൽക്കുന്നത്. തല വെച്ചാൽ അടുത്ത മതം കൂടെ തല വെച്ചു എന്നാകും. അങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനം പോകാൻ പോകുന്നത്. ഇവർ തമ്മിൽ വലിയ ലോഹ്യത്തിലായിരുന്നു, ജൂതനും മുസ്ലിമും. ഇതൊക്കെ മൂന്നും സെമറ്റിക് മതങ്ങൾ എന്നറിയപ്പെടുന്ന ചില ബലപ്രയോഗങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അതിലെ എണ്ണത്തിൽ ഏറ്റവും കുറവാണ് ജൂതന്മാർ ലോകത്തിൽ തന്നെ. ബട്ട് അസാമാന്യമായ ബുദ്ധിശക്തിയും തൻ്റെ ഇടവും മെയ്ക്കരുത്തും ഒക്കെയുള്ള ആൾക്കാരാണ് ജൂതന്മാർ. അവർ ഇറാനുമായിട്ട് നല്ല ദോസ്തായിരുന്നു. ഇറാനിൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനായിട്ട് ഇനീഷ്യലി അതിൻ്റെ ടെക്നോളജിയൊക്കെ ട്രാൻസ്ഫർ ചെയ്തത് ഇസ്രായേലാണ്. ഇതെല്ലാം തകിടം മറിയുന്നത് ഇറാനിൽ മതഭരണം വന്നു കഴിഞ്ഞപ്പോഴാണ്. 79 അയത്തുള്ള ഖൊമനി അധികാരത്തിലേറ്റ് ഇസ്ലാമിക വിപ്ലവം നടത്തി ഇറാൻ പിടിച്ചെടുത്തു. അന്ന് തുടങ്ങിയ പ്രശ്നമാണ്. അതിനുശേഷം ഇവർ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക മുദ്രാവാക്യം ടെഹ്റാനിൽ വലിയൊരു ക്ലോക്ക് വെച്ചു. 2040 അത് 41 ഏതോ ഒരു ഡേറ്റ്. ആ ഡേറ്റിനുള്ളിൽ ഇസ്രായേൽ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കപ്പെടും. അങ്ങോട്ടുള്ള കൗണ്ട് ഡൗൺ ഈ ക്ലോക്കിൽ ഇങ്ങനെ കാണിക്കും. ഓരോ ദിവസം, ഓരോ മണിക്കൂർ, ഓരോ സെക്കൻഡായിട്ട് എല്ലാവർക്കും കാണാം. ഇത് ഇസ്രായേലിൻ്റെ ഉറക്കം കെടുത്തുന്ന പരിപാടിയല്ലേ. ആണവശക്തിയാകാൻ പോകുന്നു, ഇസ്രായേലിനെ തുടച്ചു നീക്കാൻ പോകുന്നു, അതിൻ്റെ കൗണ്ട് ഡൗൺ ക്ലോക്കും വെച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിന് ഉറക്കം നഷ്ടപ്പെടുകയും ഇസ്രായേൽ മുഖ്യശത്രുവായിട്ട് ഇറാനെ പ്രഖ്യാപിക്കുകയും മേജർ ഈവിൾ, നമ്പർ 1 ഈവിൾ ഇറാൻ എന്ന് പറഞ്ഞിട്ട് യുണൈറ്റഡ് നേഷൻസിൽ നെതന്യാഹുവിൻ്റെ ആ പ്രസിദ്ധമായ പ്രസംഗമുണ്ടല്ലോ, വലിയ ചാർട്ടൊക്കെ ഭൂപടമൊക്കെ കാണിച്ചിട്ട് അതിൽ ഇറാനെ ചുമന്ന അക്ഷരത്തിൽ അടയാളപ്പെടുത്തി, ചുമന്ന പെയിൻ്റൊക്കെ അടിച്ച്. അപ്പോൾ അങ്ങനെ അവർ ബദ്ധശത്രുക്കളായിട്ട് മാറി. അമേരിക്കയാണെങ്കിൽ ലോക പോലീസാണ് എന്നവർ വിചാരിക്കുന്നു. കുറച്ചൊക്കെ ആണ് തന്നെ. അപ്പോൾ അവർ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ആ പ്രദേശം മൊത്തം, അതായത് ലെബനൻ, സിറിയ, ഇറാഖ്, ഇസ്രായേൽ, ജോർദാൻ, തുർക്കി, ഇറാൻ, പിന്നെ ഗൾഫ് രാജ്യങ്ങൾ എല്ലാം, സൗദി അറേബ്യ, UAE, അങ്ങനെ പോയിട്ട് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വരെ അവരുടെ നിയന്ത്രണത്തിലായിരിക്കണം. അതിൽ നമ്മളും ഉണ്ട് കേട്ടോ, ഇന്ത്യയൊക്കെ ഉണ്ട്. ഏതായാലും മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആധിപത്യം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ഇവരെ തമ്മിൽ തല്ലിക്കണം, ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കണം രാജ്യങ്ങളിൽ. എന്നിട്ട് നിൻ്റെ സെക്യൂരിറ്റി ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. അങ്ങനെയാണ് GCC രാജ്യങ്ങളിലെല്ലാം അമേരിക്ക സൈനിക താവളങ്ങൾ വയ്ക്കുന്നത്. അമേരിക്ക എന്ന തമ്പുരാൻ നമ്മളെ സംരക്ഷിച്ചോളും, നമ്മളൊന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് സുഖമായിട്ട് അവർ കഴിഞ്ഞു. ഇപ്പോൾ ആ താവളങ്ങളുടെ നേർക്ക് എന്നുള്ള പേരിലാണ് ഇറാൻ ഇവരെ ആക്രമിക്കുന്നത്. ഇറാന് അതിനകത്ത് ഉള്ളിൽ വേറൊരു സന്തോഷം കൂടെയുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ സുന്നിയാണ്, ഇറാൻ ഷിയയാണ്. ആ കണക്കും ഇറാൻ തീർക്കുന്നുണ്ട്. ഇറാന് ജൂതന്മാരായ ഇസ്രായേലികളോടുള്ള ഏകദേശം അതേ ദേഷ്യം സുന്നികളോടുമുണ്ട്. ലോകത്ത് ഏറ്റവും അധികം വൈരമുള്ള 2 ഗ്രൂപ്പുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഷിയായും സുന്നിയുമാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ മുസ്ലിം, ജൂതൻ എന്നുള്ള സമവാക്യമൊക്കെ. അപ്പോൾ ആ ഒരു കണക്കും അവർ തീർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഗസയുടെ കാര്യത്തിൽ ഇറാൻ വലിയ ബലം പിടുത്തം നടത്തിയില്ല. ഗസ കിളച്ചു മറിച്ചു,
ഗസയിൽ ബോർഡ് ഓഫ് പീസ് ഉണ്ടായി. ഇതൊന്നും ഇറാനെ വലുതായിട്ട് ബാധിച്ചില്ല. ഇറാൻ്റെ കൂലിത്തല്ലുകാരായിരുന്നു ഹമാസ്. പക്ഷേ അവർ സുന്നികളാണ്, പോകുന്ന പോട്ടെ എന്ന് വിചാരിച്ചു ഇറാൻ. പക്ഷേ ലെബനനിൽ ഹിസ്ബുള്ളയുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇറാൻ ബലം പിടിച്ചു. കാരണം ഹിസ്ബുള്ള ഷിയായാണ്. അതുകൊണ്ടാണ് ലെബനനെ ആക്രമിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഈ MOUവിൽ ലെബനൻ ഒരു വിഷയമാക്കിയത് ഇറാനാണ്. ഇസ്രായേലിന് സൗകര്യമായിട്ട് ഇപ്പോൾ പറഞ്ഞൊഴിയാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾ ആ കരാറിൽ പാർട്ടിയല്ല. അത് നോക്കണം, ഇവർ 3 പേര് ചേർന്നാണല്ലോ അടി. അപ്പോൾ ഒരു കരാറുണ്ടാക്കുമ്പോൾ ഇസ്രായേലിനെ കൂടെ ചേർക്കണ്ടേ? അതിൽ ചേർത്തില്ല. ട്രംപ് നേരെ ഇറാനുമായിട്ട് സംസാരിച്ച എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി. നെതന്യാഹു പറഞ്ഞു കോംപ്ലിമെൻറ്റ്സ് ആക്കിയെങ്കിൽ ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അത് വലിയ പ്രശ്നമായി. JD വാൻസ് പറഞ്ഞു ലോകത്തിലെ വമ്പന്മാരായ രാജ്യങ്ങളിൽ ഒരേ ഒരു എണ്ണമാണ് ഇസ്രായേലിൻ്റെ കൂടെയുള്ളത്. അവരെ വെറുപ്പിക്കുന്നത് ഇസ്രായേലിന് നല്ലതല്ല. ഞാൻ ഇസ്രായേലിൻ്റെ അഡ്വൈസറായിരുന്നെങ്കിൽ ഞാൻ ഈ അഡ്വൈസ് കൊടുക്കുമായിരുന്നു. JD വാൻസ്. നെതന്യാഹു അതിന് മറുപടിയായിട്ട് പറഞ്ഞ സ്റ്റൈലിൻ മറുപടിയാണ്. നെതന്യാഹു ഒരു ചിരിയോട് പറഞ്ഞു, JD വാൻസ് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, അതിലും വലിയ ഫ്രണ്ടാണ് എനിക്ക് ട്രംപ്. വലിയൊരു രാജ്യത്തിൻ്റെ സപ്പോർട്ട് കളഞ്ഞു കുളിക്കരുത് എന്നാണ് JD വാൻസ് എന്നെ ഉപദേശിക്കുന്നത്. വെരി ഗുഡ്. എനിക്ക് ചെറിയൊരു രാജ്യത്തിൻ്റെ സപ്പോർട്ടുണ്ട്, അത് ഇന്ത്യയാണ്. 140 കോടി ജനസംഖ്യയുള്ളൂ, ചെറിയ രാജ്യമാണ്. അതിനകത്ത് ആ പരിഹാസമുണ്ടല്ല. അമേരിക്കയുടെ ജനസംഖ്യ എത്ര, ഭാരതത്തിൻ്റെ ജനസംഖ്യ എത്ര? അമേരിക്കയാണോ ചെറിയ രാജ്യം, ഭാരതമാണോ ചെറിയ രാജ്യം? പിന്നെ ആയുധങ്ങൾ എല്ലാവരുടെയും കയ്യിലുണ്ട്. അണുബോംബാണല്ലോ ഏറ്റവും വലിയ ആയുധം. അത് അമേരിക്കയുടെ ഉണ്ട്, ഇസ്രായേലിലുണ്ട്, ഭാരതത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ വലിപ്പം പറയണ്ട. ഭാരതത്തിൻ്റെ കയ്യിൽ 170+ ഉണ്ടെന്നൊക്കെ പറയുന്നു, ആർക്കും അറിയില്ല. അമേരിക്കയുടെ കയ്യിൽ 500 അല്ലെങ്കിൽ 600 ഉണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് അമേരിക്ക വലുതാകുന്നില്ല. കാരണം ആണവായുധം 2-3 എണ്ണം മതി ലോകം മുഴുവൻ നശിപ്പിച്ചു കളയാൻ. ഈ 170, 150, 500ൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാവർക്കും അറിയാം. പഴയ ക്യൂബൻ ക്രൈസിസ് വന്നപ്പോൾ അന്ന് ആരായിരുന്നു? ഐ തിങ്ക് ക്രൂഷ്ചേവായിരുന്നു, സോവിയറ്റ് യൂണിയനിൽ. ക്രൂഷ്ചേവ് വന്ന് സ്വന്തം മിസൈലുകൾ ക്യൂബയിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ ക്രൂഷ്ചേവ് പറഞ്ഞു, അമേരിക്കയ്ക്ക് ലോകത്തെ 7 വട്ടം നശിപ്പിക്കാൻ പറ്റും, എനിക്ക് 1 വട്ടമേ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതാണ് ആണവായുധത്തിൻ്റെ കണക്കിലുള്ള കുഴപ്പം. ഒറ്റത്തവണയ്ക്കുള്ള ആയുധം മതി, അത് കൂടുതലെന്തിന്? അപ്പോൾ ആയുധം വെച്ച് ഇന്ത്യയെ നിങ്ങൾ തോൽപ്പിക്കാനൊന്നും നോക്കണ്ട. പിന്നെ ഉള്ളത് ജനശക്തിയാണ്. ഒരു യുദ്ധത്തിൽ മരിക്കാൻ ആൾ വേണ്ടേ? അതാണല്ലോ പ്രശ്നം. ഇപ്പോൾ റഷ്യയുടെ പ്രശ്നം എന്താ? അവർക്ക് ആളില്ല. അപ്പോൾ ഇവിടെ നിന്ന് കള്ളക്കടത്തൊക്കെ നടത്തി ഇന്ത്യയിലെ ആൾക്കാരോട് ഇപ്പോഴും അവിടെ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ കാശില്ല എന്ന് മാത്രമല്ല, പട്ടിണിയും കൂടെയാണ്. ഉക്രൈൻ കുറച്ചുകൂടെ കാശ് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. റഷ്യ കാശും കൂടെ കൊടുക്കില്ല, ആളെ വേണം, ആളില്ല. അപ്പോൾ ഈ ആൾ ഒരു വലിയ ശക്തിയാണ്. നമുക്ക് 140 കോടിയുണ്ട്. അപ്പോൾ നെതന്യാഹു പറയുന്നു, എൻ്റെ കൂടെ ഇന്ത്യയുണ്ട്, അതുകൊണ്ട് നീ എന്നെ പേടിപ്പിക്കേണ്ട. ഇതിവിടം വരെയൊക്കെ എത്താൻ കാര്യം എന്താ? ഇവർ സെറ്റിൽ ചെയ്യുമ്പോൾ നെതന്യാഹുവിനെ കൂടെ കൂട്ടിയില്ല. അതുകൊണ്ടാണ് നെതന്യാഹുവിനെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്തുമായിക്കോട്ടെ, പേരിനെങ്കിലും കൂട്ടണ്ടേ? ഇസ്രായേലിനെ വിളിച്ചു, അവർ വന്നില്ല. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ബട്ട് അവരെ വിളിക്കണ്ടേ? അല്ലാതെ അവർ ഞാൻ പറഞ്ഞാൽ അവൻ കേട്ടോളും എന്നൊക്കെയുള്ള ട്രംപിൻ്റെ പരിപാടിക്ക് നെതന്യാഹു നിന്ന് തരില്ല. നെതന്യാഹുവിൻ്റെയും ഒരുപക്ഷെ അമേരിക്കക്കാരുടെയും മനസ്സിൽ ഇതിപ്പോൾ ഒരു 2 വർഷം കൂടെ അല്ലേ ഉള്ളൂ ഈ കാർന്നവർ. അത് കഴിയുമ്പോൾ ഈ ദുരിതം ഒഴിയുമല്ലോ. ഈ രീതിയിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ മതങ്ങൾ തമ്മിൽ ഒരു സെറ്റിൽമെൻ്റ് ആവാതെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവില്ല. പിന്നെ ബലപ്രയോഗം നടത്താം. ഇറാനിപ്പോൾ ക്ഷീണിച്ചിരിക്കുന്നു. ഇറാൻ്റെ ഈ യൂണിറ്റിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ യൂണിറ്റിയാണ്. ഇവർ ഈ ഡിസ്പ്യൂട്ട് തുടങ്ങിയതിന് ശേഷം 35,000 പേരെ മിനിമം, 45 ചില റിപ്പോർട്ട് കൊടുക്കുന്നു, പക്ഷേ
റോയിട്ടേഴ്സ്, ന്യൂയോർക്ക് ടൈംസ്, ഇതൊക്കെ എല്ലാവരും കൺഫേം ചെയ്യുന്ന മിനിമം ഫിഗർ 35,000 35,000 പേരെ കൊന്ന് ഒരു പ്രതിഷേധവും ഇല്ലാതെയാക്കിയിട്ടാണ് ഇറാൻ ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 35,000 സ്വന്തം ജനങ്ങളെ കൊന്ന ഒരു IRGC എന്ന പട്ടാളക്കാർക്ക് എത്ര കാലം ഇറാനെ ഒരുമിച്ച് പിടിച്ചു നിർത്താൻ പറ്റും? ഏകദേശം 10 കോടിയുള്ള ജനങ്ങളിൽ വലിയ പ്രയാസമാണ്. ഇപ്പോൾ ഈ കാണുന്ന കരച്ചിൽ, അവർ കാണിച്ച കരച്ചിലുണ്ടല്ലോ, ഖമനേയിയുടെ വിലാപയാത്രയിലുള്ള കരച്ചിൽ, അത് കൂടുതലും പറഞ്ഞ് കരയിക്കുന്നതാണ്. ഇത്ര പേര് കരഞ്ഞോളണം. 3000 ഖബർ അവർ തയ്യാറാക്കി വെച്ചു. 3000 ശവക്കുഴി. എന്തിനാണെന്ന് ചോദിച്ചാൽ ഖമനേയിയുടെ വിലാപയാത്രയിൽ തിക്കും തിരക്കിലും പെട്ട് കുറഞ്ഞത് 3000 പേരെങ്കിലും മരിക്കുമ്പോൾ അവരെ ഉടനെ എടുത്ത് കുഴിച്ചിടാനായിട്ട് കുഴി നേരത്തെ കുഴിച്ചു വെച്ചു. അതിൻ്റെ ഫോട്ടോയും പുറത്തു വിട്ടു. പാവി സ്വന്തം ആൾക്കാരെ കുഴിച്ചിടാനുള്ള കുഴി. ഇതാണ് ഇറാൻ്റെ സ്റ്റാൻഡേർഡ്, മോറൽ സ്റ്റാൻഡേർഡ്. നമുക്കൊരു രാജ്യത്തിൻ്റെ എത്ര വലിയ ചരിത്രമുള്ള നാടാണ് പേർഷ്യ. അത് എങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു ഈ ഖമേനി കൂട്ടമെല്ലാം ചേർന്ന്. നിങ്ങൾ അവിടെ ഇവിടെ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ നിങ്ങൾ ഞെക്കിപ്പിടിച്ച് കഴിഞ്ഞാൽ ലോകത്തിന് ശ്വാസം മുട്ടും. കാര്യമൊക്കെ ശരി. എത്ര ദിവസം എന്ത് ചെയ്യാൻ പോകും നിങ്ങൾ? ഇതുവരെ ആരും ഇടപെട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇനി ആരും ഇടപെടാൻ പോകുന്നില്ല എന്നൊന്നും വിചാരിക്കരുത്. ഒരു കരയുദ്ധം അസാധ്യമാണ്. ആര് പറഞ്ഞു കരയുദ്ധം അസാധ്യമാണ്? ഒരു 4-5 രാജ്യങ്ങൾ കൂടി ഒരു കീറിയലുണ്ടല്ല. ഇതിനു മുമ്പ് അത് സംഭവിക്കാൻ പോയതാണ്. പിന്നെ അത് ബാക്കിയുള്ളവർ, ഈ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഈ 3 പേരും കൂടെ ഇടയ്ക്ക് തീരുമാനിച്ചതാണ്. ഇവൻ്റെ ഈ അഹങ്കാരം അവസാനിപ്പിച്ചിട്ട് ബാക്കി കാര്യം ഹോർമൂസ് മോചിപ്പിക്കുക, അത് മാത്രം. ഹോർമൂസ് ഒരു ഇൻ്റർനാഷണൽ കടലാണ്, അതിൽ കയറി ആരും കളിക്കണ്ട, നിങ്ങളുടെ യുദ്ധം വേറെ നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ബലപ്രയോഗത്തിലൂടെ ഹോർമൂസ് പിടിച്ചെടുക്കുകയും അവിടെ കാവലിടുകയും കൊമേർഷ്യൽ ചരക്ക് കപ്പലുകൾ സ്വതന്ത്രമായിട്ട് പോകാൻ അനുവദിക്കുകയും ചെയ്യും. ഇങ്ങനൊരു സ്കീം അവർ ആലോചിച്ചതാണ്. പിന്നെയും അത് വേണ്ട, കാരണം അത് വേറൊരു പ്രശ്നത്തിൻ്റെ തുടക്കമാണല്ലോ ഇതൊക്കെ, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാണ്. അധിക നാൾ ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. സിമ്പിൾ ടേംസിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ എന്താ? എത്രയോ പേരുടെ കയ്യിലുണ്ട്, അവരുടെയും കൂടെ ഇരുന്നോട്ടെ. ബട്ട് അതുണ്ടാക്കാൻ നേരത്ത് ആൾക്കാർ ഒബ്ജക്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഇവരെപ്പോലെ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് വേറൊരു രാജ്യമില്ല. ഉത്തര കൊറിയയിലെ ആ ഭ്രാന്തനുണ്ടല്ലോ, കിം ജോങ് ഉൻ, അവൻ പോലും ഇങ്ങനെ ഒരു ഈവിൾ ഇൻറ്റൻഷൻ പുറത്തു വിട്ടിട്ടില്ല. ആരുടെ തലയ്ക്കിടാനാണ് ആറ്റം ബോംബ് എന്ന് ആരും പറയാറില്ല. നമ്മളിതുണ്ടാക്കുമ്പോൾ പാകിസ്ഥാനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് വീമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പാകിസ്ഥാൻ ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യയുടെ തലയിലിടാനാണ് എന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറാൻ അത് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു, വി വിൽ വൈപ്പ് ഔട്ട് ഇസ്രായേൽ. അതാണ് ഈ പ്രശ്നം ഉണ്ടായത്. അല്ലെങ്കിൽ ഇറാൻ ശക്തി ആയിക്കഴിഞ്ഞാൽ ആരായാലും പറയും ശരി, അവനും ആയിക്കോട്ടെ, അതുകൊണ്ട് എന്താ, ആരും ഇത് പ്രയോഗിക്കാനൊന്നും പോകുന്നില്ല. വിവേകമുള്ള ജനാധിപത്യ രാജ്യമായിരുന്നു ഇറാനെങ്കിൽ ഇതിനു മുമ്പ് അവരുടെ ആണവായുധം അവർ തയ്യാറാക്കുമായിരുന്നു. ആരും ഒന്നും പറയുന്നുമില്ല. അവരും ഒരു ടെസ്റ്റൊക്കെ നടത്തും. ഇറാൻ ടെസ്റ്റ് നടത്തി, ഇറാനും ആണവ ക്ലബ്ബിൽ അംഗമായി കഴിഞ്ഞു. പക്ഷേ അവിടെ പാരലൽ ഭരണമാണ്. ചോദിച്ചാൽ ജനാധിപത്യം. പെസഷ്കിയാൻ എന്ത് പവറുണ്ട്? ഒരു പവറുമില്ല. പക്ഷേ അയാൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റ്. അബ്ബാസ് അരാക്ചി ഫോറിൻ മിനിസ്റ്ററാണ്. ഗാലിബിഫ് ഈ അവിടുത്തെ ഓം ബിർള. എനിക്ക് മനസ്സിലാവണില്ല, ഈ പാർലമെൻറ്റിൻ്റെ സ്പീക്കർ ഇതുപോലത്തെ നെഗോസിയേഷനിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നു. നമ്മൾ ഒരു രീതിയിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഡിസ്കഷനിൽ എവിടെയെങ്കിലും ഓം ബിർളയെ കണ്ടിട്ടുണ്ടോ? ബട്ട് അവരുടെ ഓം ബിർളയാണ് ഗാലിബിഫ്. പുള്ളിയാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പാകിസ്ഥാനിൽ പോകുന്നു, റഷ്യയിൽ പോകുന്നു, അവിടെ ഇവിടെയൊക്കെ പോകുന്നു. അങ്ങനത്തെ വിചിത്രമായ ഒരു ജനാധിപത്യമാണ് അവരുടെ നാട്ടിൽ. അതേസമയം പവറെല്ലാം ഈ ഖമേനി കൂട്ടങ്ങളുടെ കയ്യിലാണ് താൻ. ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത് എക്സ്ട്രീമിസ്റ്റും എക്സ്ട്രീം എക്സ്ട്രീമിസ്റ്റും തമ്മിലുള്ള യുദ്ധമാണ്. തീവ്രവാദിയും അതിതീവ്രവാദിയും തമ്മിലുള്ള റിഫ്റ്റാണ് ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് പെസഷ്കിയാൻ്റെയോ അബ്ബാസ് അരാക്ചിയുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയുമില്ല.
അവരാണ് വാക്ക് കൊടുത്തത് ഇനി ഹോർമുസ് തുറന്നിരിക്കുന്നു, ഇനി പ്രശ്നമൊന്നുമില്ല. അവരല്ല വാക്ക് കൊടുക്കേണ്ടത്, ഞാനാണ് തീരുമാനിക്കുന്നതെന്ന് IRGC. അതുകൊണ്ടാണ് IRGC ആക്രമിക്കുന്നത്. ഇതിനിടയിൽ ഇന്ത്യയുടെ ഇപ്പോൾ ഒരു നീക്കം, കാര്യം പ്രധാനമന്ത്രി ഇന്തോനേഷ്യ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ ഇവിടങ്ങളിലൊക്കെ പോയി. അപ്പോൾ പല കരാറുകളും, ഡിഫൻസ് കരാറുകളൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ അങ്ങനെ ഒരു നീക്കം അതിൻ്റെ കൂടെ തന്നെ നടത്തി പോവുകയാണ്. അല്ല, ഇന്ത്യ നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ഇറാൻ, നമ്മൾ നമ്മുടെ നീക്കമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. കാരണം ഇവർ ഹോർമുസ് കടലെടുക്ക് ഞെക്കിപ്പിടിച്ചപ്പോഴും ഇന്ത്യയിൽ ഗ്യാസിനോ പെട്രോളിനോ ക്ഷാമം ഉണ്ടായില്ല. അതെന്തുകൊണ്ടാണ്? 21 രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് വളരെ പെട്ടെന്ന് 47 വികസിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതിന് കാരണം ഈ മനുഷ്യൻ തെക്ക് വടക്ക് ഓടി സകല രാജ്യങ്ങളുമായിട്ടും ബന്ധം സ്ഥാപിച്ച് കരാറുകൾ എഴുതി അങ്ങനെ ചെയ്തു വെച്ചതുകൊണ്ട് നിമിഷ നേരം കൊണ്ട് നമുക്ക് 21 47 മാറ്റാൻ പറ്റി. നമ്മുടെ ഇവിടെ ഒരു പ്രശ്നമില്ല. അതിവിടെ രാഹുൽ ഗാന്ധിയൊക്കെ പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്രോൾ പമ്പ് അടഞ്ഞു കിടക്കും, അവിടെ വലിയ ജനക്കൂട്ടം ഉണ്ടാവും, അതിൻ്റെ നേർക്ക് നമുക്ക് പ്രസംഗിക്കാം. തൊട്ട് പിന്നാലെ വീട്ടമ്മമാർ ഗ്യാസ് സിലിണ്ടർ തല വെച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങും, വലിയ കലാപം നടക്കും, ഭരണം എൻ്റെ കയ്യിൽ വരും. ഇതായിരുന്നു കാൽക്കുലേഷൻ. ഇതൊന്നും നടന്നില്ല. മലയാള മാധ്യമങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കി ആളുകളെ ഇളക്കി വിടാൻ, ഒന്നും നടന്നില്ല. ഇപ്പോൾ ഒരുപാട് പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിക്കുന്നവരോടൊക്കെ ചോദിച്ചു, വിലക്കയറ്റം ശ്വാസം മുട്ടിക്കുന്നില്ലേ? ശ്വാസമൊന്നും മുട്ടുന്നില്ല, ബുദ്ധിമുട്ടാണ് എന്നവർ പറഞ്ഞു. അപ്പോൾ ആങ്കർക്കൊരു പോരായ്മ, ശ്വാസം മുട്ടുന്നു എന്ന് പറയണ്ടേ അയാൾ പറയുന്നില്ല. അയാൾ പറഞ്ഞല്ല, ചിലരൊക്കെ ജനറലൈസ് ചെയ്ത് പറഞ്ഞു, എല്ലാത്തിൻ്റെയും വില കൂടുന്നു, ഡീസലിൻ്റെയും വില കൂടുന്നു, എന്താ ചെയ്യുക? അല്ല, ഈ വില കൂടുന്നതിൽ വിഷമമില്ല. അല്ല, അത് ഇപ്പോൾ കൂടാതിരിക്കും. ഇപ്പോൾ പപ്പടത്തിൻ്റെ വില കൂടിയാലും വിഷമം ഉണ്ടാകും. ഇത് ഒക്കുന്നില്ല, ടി വിയിൽ ഒത്തില്ല. ആ നരേറ്റീവ് തകർന്നു പോയി, വലിയ കഷ്ടമായി. അത് കഴിഞ്ഞിട്ട് കൊമേർഷ്യൽ ഗ്യാസിൻ്റെ വില കുറഞ്ഞല്ലോ, അത് കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടില്ല. ശ്രദ്ധിച്ചോ? അത് ചെറിയൊരു വാർത്തയായിട്ട് അങ്ങ് തള്ളി. കാരണം ഞാൻ കണ്ടു ഒരു ചാനലിൽ ഇവർ പോയി ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന സ്ത്രീ അവരോട് സംസാരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ആശ്വാസമായി, കുറഞ്ഞല്ലോ. അല്ല, പക്ഷെ മറ്റ് സാധനങ്ങളുടെ വിലയൊന്നും കുറഞ്ഞില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അത് കുറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങളിനി ചായയുടെയും ഊണിൻ്റെയൊക്കെ വില കുറയ്ക്കുമോ? അവർ പറഞ്ഞില്ല. അയ്യോ, സിലിണ്ടറിൻ്റെ വില 100-300 രൂപ കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ചായയുടെ ഇതൊന്നും കുറയ്ക്കാൻ പറ്റില്ല, ബാക്കി സാധനങ്ങളൊക്കെ വില കൂടി നിൽക്കുകയല്ലേ. പക്ഷേ മൊത്തത്തിലൊരു ആശ്വാസമായി. ഈ കമൻറ്റ് ഒരു പ്രശ്നം. മൊത്തത്തിൽ ആശ്വാസമായി എന്ന് പറഞ്ഞാൽ ചാനലിന് സഹിക്കുകയില്ല. അപ്പോൾ ആ ഇഷ്യൂ അങ്ങ് ഇട്ട് കളഞ്ഞു. അത് പോട്ടെ, വില കുറഞ്ഞ ആരോടും പറയണ്ട. ഈ അവസ്ഥയ്ക്ക് വലിയ പ്രയാസം നമുക്കുണ്ട്. ഇവിടെയുള്ള നമ്മുടെ ജിഹാദി ലെഫ്റ്റ് ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രയാസം ഡീപ്പ് പ്രയാസമാണ്. അവർക്ക് ഇറാനെ പിന്തുണയ്ക്കണമെന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് അവരുടെ മനസ്സ് ഇറാൻ്റെ കൂടെയാണ്. പക്ഷേ ഇറാനെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ ഗൾഫിനെ എതിർക്കുക എന്നൊരർത്ഥം കൂടെ വരുന്നു. അത് പ്രശ്നമാണ്. അപ്പോൾ മാത്രമല്ല, ഗൾഫിനെ എതിർത്ത് കഴിഞ്ഞാൽ ഗൾഫിലെ മലയാളികൾ മുഴുവൻ ഇവർക്കെതിരായിട്ട് വരും. ഗൾഫ് മലയാളികൾ ഇവർക്ക് കൊടുക്കുന്ന അവാർഡ്, ഇത് അബുദാബി ശക്തി അവാർഡ്, അബുദാബി ചെന്ന കവളമടെല്ലാം അടിക്കൂടാ, നിന്നെ വെച്ചിട്ടുണ്ടോ, നീ ഇങ്ങോട്ട് വാങ്ങും. ഇത് പേടിച്ചിട്ട് അതും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഇറാനെയും പിന്തുണയ്ക്കാൻ പറ്റുന്നില്ല, ഗൾഫ് കൺട്രീസിനെയും പിന്തുണയ്ക്കാൻ പറ്റുന്നില്ല. ആകെ പിന്നെ ചെയ്യാവുന്നത് ആകാശത്തേക്ക് നോക്കിയിട്ട് അമേരിക്കയെ ചീത്ത വിളിക്കുക. അത് പണ്ട് മുതലേ അവർ ചെയ്യുന്നതാണ്. അതിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്.